മഹാന്മാരായ ആളുകൾക്ക് നൽകപ്പെട്ട മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ അവരോട് സഹായം തേടുന്നത് തെറ്റില്ല, അത് തെറ്റല്ല എന്നും, കാരണം അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവാണെന്നും ആ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നതെന്നും ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരൂ എന്നൊക്കെയാണ് ഇവിടെ സമർത്ഥിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം, വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ തുടങ്ങിയ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തൽ അനുവദനീയമാണോ? നമ്മളെ ഒന്നാമത്തെ ചോദ്യം, വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ തുടങ്ങിയ മഹാന്മാരോട് ഇസ്തിഗാസ നടത്താമോ? കാരണമുണ്ട്, അവർ മഹാന്മാര് തന്നെയാണ്, സംശയമൊന്നുമില്ല. അവർ മഹാന്മാര് തന്നെയാണ്. ഇമാം ബുഖാരിയെ പോലെയുള്ള പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുമുള്ളതാണ്. അപ്പോ അല്ലാഹുവല്ലാത്ത മഹത്തുക്കളോട് അവർക്ക് നൽകുന്ന കറാമത്തിന്റെയും മുഅ്ജിസത്തിന്റെയും അടിസ്ഥാനത്തിൽ ചോദിക്കാം എന്നതുകൊണ്ട് തന്നെ അവരോട് ചോദിക്കുന്നതിന് വിരോധമില്ല എന്ന് നിങ്ങൾ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുകൊണ്ടും ഇലാഹാണെന്ന് കരുതാതെ വിളിച്ചാൽ തെറ്റില്ല എന്ന് ചോദ്യത്തിൽ സൂചിപ്പിച്ചതുകൊണ്ടുമാണ് നിങ്ങളുടെ വിഷയാവതരണത്തിൽ ചോദിപ്പിച്ചതുകൊണ്ടും ഞങ്ങളുടെ ചോദ്യം വളരെ വ്യക്തമായി ഒന്നുകൂടി ആവർത്തിക്കുന്നു. വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ തുടങ്ങിയ മഹാന്മാരോട് ഇസ്തിഗാസ നടത്താമോ? അസ്സലാമു അലൈക്കും. വദ്, സുവാഅ് തുടങ്ങിയ ബിംബങ്ങളെ ദൈവങ്ങളാക്കി അവരോട് പ്രാർത്ഥിച്ച ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലുള്ള ആയത്ത്, വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാ വലാ യഊഖ വയഊഖ വനസ്ര വയഊഖ വയഊഖ വനസ്ര. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി എഴുതിയ പരിഭാഷ നോക്കിയിട്ടാണ് ഞാൻ അർത്ഥം പറയുന്നത്. അവർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കരുത്. അപ്പൊ ദൈവങ്ങൾ എന്ന നിലക്കാണ് ഇവരോട് ആളുകൾ പ്രാർത്ഥിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർ ആരാധിച്ചിരുന്നത്, അവരോട് സഹായം ചോദിച്ചിരുന്നത്. ഇങ്ങനെയുള്ള ഒരു ആളുകളെ കുറിച്ചും ഇവരൊക്കെ അവർ ആരാധിച്ചിരുന്നത് പല പക്ഷികളുടെ രൂപമുണ്ടാക്കി, അല്ലെങ്കിൽ അതുപോലെ മൃഗങ്ങളുടെ രൂപമുണ്ടാക്കി, പല രൂപത്തിലും ഉള്ള ബിംബങ്ങൾ ഉണ്ടാക്കി അവർക്ക് ഈ പേര് വെച്ചുകൊണ്ട് അവരെ ആരാധിക്കുകയായിരുന്നു ആ സമൂഹം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബിംബങ്ങളെ അല്ലെങ്കിൽ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വിഷയമല്ല. സുന്നികൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല. ഇലാഹ് എന്ന നിലക്ക് അങ്ങനെ ബിംബങ്ങളോടോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ദൈവങ്ങളോടോ സുന്നികൾ ഒരിക്കലും പ്രാർത്ഥിക്കുന്നില്ല. നമ്മുടെ വിഷയം അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മുഅ്ജിസത്ത്, കറാമത്ത്, അതുകൊണ്ട് അവർ സഹായിക്കും എന്ന ആ വിശ്വാസത്തോടെ അവരോട് സഹായം ചോദിക്കുകയാണ്. വദ്, സുവാ, യഊദ്, യഊഖ് തുടങ്ങിയ സ്വാലിഹീങ്ങളെ കുറിച്ച് നമുക്കാർക്കും അറിയില്ല. അങ്ങനെ അവർ സ്വാലിഹീങ്ങളാണെന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല. അവരെക്കുറിച്ച് പറഞ്ഞത് അവരുടെ കൂട്ടത്തിലുള്ള സ്വാലിഹീങ്ങൾ, അവരുടെ കൂട്ടത്തിലുള്ള നല്ല ആളുകൾ എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ടോ മാത്രവുമല്ല, അവരുടെ രൂപത്തിൽ, അല്ലെങ്കിൽ അവരെ കഴുകന്റെ രൂപത്തിൽ, അതേപോലെ സിംഹത്തിന്റെ രൂപത്തിൽ, അങ്ങനെ പല രൂപങ്ങളിലും അവരുടെ ബിംബങ്ങൾ ഉണ്ടാക്കി ആ ബിംബങ്ങളുടെ പേരായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഈ കാര്യങ്ങളൊക്കെയും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ബിംബങ്ങൾ ആരാധിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെയുള്ള ആരെയാവട്ടെ, നിങ്ങൾ മാത്രമാണെന്നില്ല, ഇനി സ്വാലിഹീങ്ങളായാലും അവർ ആരാധിച്ചു കഴിഞ്ഞാൽ, അവരെ ദൈവങ്ങളാക്കി കഴിഞ്ഞാൽ അവരോട് സഹായം ചോദിക്കാമെന്നോ അവരോട് പ്രാർത്ഥിക്കാമെന്നോ സുന്നികൾക്ക് ഒരിക്കലും വാദമില്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, ശിർക്കാണ് എന്നാണ് ഞങ്ങളുടെയും വാദം. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ചോദിക്കരുത്. മറിച്ച് സ്വാലിഹീങ്ങളോട്, അള്ളാഹുവിന്റെ റസൂലിനോട്, അതുപോലുള്ള അമ്പിയാക്കളോട്, സ്വാലിഹീങ്ങളോട് ഇസ്തിഗാസ ചെയ്യുന്നതിന് ധാരാളം തെളിവുകളുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ മറുപടി പറയാം. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ മനുഷ്യ കഴിവിന് അതീതമായ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചായി സഹീഹുൽ ബുഖാരിയിലും സഹീഹുൽ മുസ്ലിമിലും നമുക്ക് ഒരുപാട് ഉദ്ധരിക്കാൻ കഴിയും. അത് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ തെളിവായിട്ട് പറയാൻ കഴിയും. നമുക്കറിയാം, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറത്തുൽ മാഇദയിലെ ആ ആയത്ത്, അള്ളാഹു നിങ്ങളുടെ സഹായികളാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സഹായിയാണ്, സ്വാലിഹീങ്ങൾ നിങ്ങളുടെ സഹായിയാണ് എന്ന് ഖുർആൻ പറഞ്ഞതിന് തെളിവുമാണ്. ശരി, അപ്പൊ മറുപടി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അതിനിടയ്ക്ക് 2-3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമായി പറയാൻ പോണത്. ഒന്നാമത്തത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിലും ചോദ്യം ചോദിക്കാന്നുള്ളത് നമ്മളെ ബാധ്യതയല്ല. അങ്ങനെ മധ്യസ്ഥ എഴുതിയിട്ടുണ്ട് നമ്മൾ ഇല്ല. അവരിഷ്ടപ്പെടുന്ന അനുസരിച്ച് ചോദിക്കണമെന്ന് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചോദിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. എങ്ങനെ ആയിരിക്കണം എന്ന അവകാശം അവിടെ ഇങ്ങോട്ട് പറയാൻ പാടില്ല. രണ്ടാമത്തത് ഇടക്കത്ത് പറഞ്ഞു, അവർ സ്വാലിഹീങ്ങളാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല.
ഒരാളും പറഞ്ഞിട്ടില്ല. ബുഖാരിയിലെ മുന്നിൽ എടുത്തു നോക്ക്. ഇമാം ബുഖാരി 4539 ഹദീസ് എടുത്തു നോക്ക്. ഇമാം ബുഖാരി തന്നെ പറയുന്നു, ഇബ്നു അബ്ബാസ്, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ റഈസുൽ മുഫസ്സിരീൻ എന്ന് പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, അദ്ദേഹം അത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വിശദീകരിച്ചു. എന്നിട്ട് നിങ്ങൾ അടക്കുന്ന കട്ടുപോയ വാക്കുണ്ടല്ലോ, അതങ്ങടുത്ത് പറഞ്ഞു, അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിൽപ്പെട്ട സ്വാലിഹീങ്ങളായ ആളുകളുടെ നാമങ്ങളാണ് വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ എന്ന 5 ആളുകളും. എന്നിട്ടോ നിങ്ങൾ കേട്ടോളൂ, അത് പറഞ്ഞു നിർത്തിയില്ലല്ലോ ഇമാം ബുഖാരി. ഫലമ്മാ ഹലകൂ أوحى الشيطان إلى قومهم أن ينصبوا إلى مجالسهم التي كانوا يجلسون أنصابا وسموها بأسمائهم ففعلوا فلم تعبد حتى إذا هلك أولئك وتنسخ العلم عبدت. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതെ, ആ ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞപ്പോ പിശാച് ആ ജനതയിലേക്ക് വന്നിട്ട് അവരിയ്ക്കുന്ന സ്ഥലത്ത് നിങ്ങൾ മണ്ഡപങ്ങൾ ഉണ്ടാക്കണമെന്നും നാട്ടക്കുറികൾ ഉണ്ടാക്കണമെന്നും അവരോട് ആവശ്യപ്പെട്ടു. ആ കാലഘട്ടത്തിൽ അവർ ആരാധിച്ചിരുന്നില്ല, പിന്നീട് ആ വിവരം ഉയർത്തപ്പെട്ടപ്പോൾ ആരാധിക്കപ്പെട്ടു എന്നാണ് ഇമാം ബുഖാരി പറഞ്ഞതല്ലേ. അസ്മാഉ റിജാലിൻ സ്വാലിഹീന, അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്.